ഗുഡ് മോർണിംഗ്. ടീച്ചേഴ്സ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ ഡിജിറ്റിൻ്റെ ബോറോയിങ് മെത്തേഡാണ്. വൺ ഡിജിറ്റ് വരുന്ന ബോറോയിങ് മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. ആഡ് 2 ലെസ് 9 ലെസ് 8 ലെസ് 7 ലെസ് 6 ആഡ് 2 ലെസ് 5 ലെസ് 4 ആഡ് 3. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ടിലേക്ക് എഴുതാം. 2 less 9 less 8 less 7 less 6 add 2 less 5 less 4 add 3. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ആഡ് 2 ചെയ്യണം. ആഡ് 2 ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ലെസ് 9 ചെയ്യണം. ലെസ് 9 ചെയ്യാൻ നമുക്കിവിടെ ബീറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് ആഡ് 10 ഒരു 10 ബോറോ ചെയ്യണം. ആ ബോറോ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. നമുക്കറിയാം ഇത് 100 പ്ലേസ് ആണ്, ഇത് 10s ആണ്, ഇത് 1s ആണ്. നമ്മളിപ്പോൾ 10 ആണ് ബോറോ ചെയ്തുകൊണ്ട് 10 പ്ലേസിൻ്റെ അവിടെ എന്ത് ചെയ്യാം, ബീഡ്സ് മാർക്ക് ചെയ്യാം. ഇനി ലെസ് 9 ചെയ്യാൻ നമുക്ക് സാധിക്കും. ലെസ് 10 ആഡ് 1 ഇക്വേഷൻ ചെയ്യാം. ഇനി ലെസ് 8 ചെയ്യാൻ ഡയറക്റ്റ് ലെസ് 8 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഒരു 10 ബോറോ ചെയ്യണം. അതെന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ലെസ് 8 ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും. ലെസ് 10 ആഡ് 5 ലെസ് 3. അതായത് ലെസ് 8ൻ്റെ ഇക്വേഷൻ വരുന്നത് ലെസ് 10 ആഡ് 2 ആണ്. ആഡ് 2 ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ലെസ് ആഡ് 5 ലെസ് 3 ചെയ്തു. നെക്സ്റ്റ് ലെസ് 7 ചെയ്യണം. ലെസ് 7 ചെയ്യാൻ നമുക്കിവിടെ ബീഡ്സ് ഇല്ല. ഇപ്പോൾ വീണ്ടും ഒരു 10 ബോറോ ചെയ്യണം. അതിവിടെ മാർക്ക് ചെയ്യണം. ഇനി ലെസ് 7 ചെയ്യാൻ ലെസ് 10 ആഡ് 3. ഇനി ലെസ് 6 ചെയ്യണം. ഡയറക്റ്റ് നമുക്ക് ലെസ് 6 ചെയ്യാൻ പറ്റും. ഇനി ആഡ് 2 ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ലെസ് 5 ഇവിടെ ചെയ്യുന്നില്ല. വീണ്ടും ഒരു 10 ബോറോ ചെയ്യുക. അതിവിടെ മാർക്ക് ചെയ്യുക. ഇനി ലെസ് 5 ചെയ്യാൻ ലെസ് 10 ആഡ് 5. ലെസ് 4 ചെയ്യാൻ ഡയറക്റ്റ് പറ്റും. ആഡ് 3 ചെയ്യാനും ഡയറക്റ്റ് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയത് നമ്മുടെ ആൻസർ സൈഡ് 8ഉം ബോറോ സൈഡ് 40 ആണ്. അപ്പോൾ നമുക്കിത് കോമൺ ആയി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. 8 നിന്ന് നമുക്ക് 40 ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്ട്രാക്ട് അതായത് ലെസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വരുന്ന കേസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബോറോ ചെയ്ത എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് കയ്യിലെ എമൗണ്ടും ഇത് നമ്മൾ ബോറോ ചെയ്ത എമൗണ്ട് നമ്മൾ സാധാ പറയുന്നത് പോലെ ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ കയ്യിലെ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ബോറോ ചെയ്ത എമൗണ്ട് കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിത് നെഗറ്റീവ് ബോറോയിങ് എന്നറിയാം. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ബോറോ സൈഡിൽ നിന്ന് ഒരു ബീഡ് നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബീഡ് റിമൂവ് ചെയ്തു. ഇനി നെഗറ്റീവ് നമുക്ക് മാർക്ക് ചെയ്യണം. നമ്മൾ നെഗറ്റീവ് മാർക്ക് ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, ഇനി ഇല്ലത് നോക്കുക. ഇവിടെ 8ഉം ഇവിടെ 3 ആണ്. 8 മീൻസ് നമ്മളിവിടെ നോക്കേണ്ടത് വാല്യൂ ബാറിൽ ടച്ച് ചെയ്യാത്ത ബീഡ്സ് ആകുമ്പോൾ നമുക്കിവിടെ 1ഉം ഇവിടെ 3 ആണുള്ളത്. പക്ഷെ നമുക്കിനി ഇത് 38 നിന്ന് നമുക്ക് 30 എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ബോറോ സൈഡ് ബീഡ്സ് എത്രയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ചെയ്തു. ഇനി ബോറോ സൈഡ് ബീഡ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് നമ്മൾ മാർക്ക് ചെയ്യണം. മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ബോറോ സൈഡിൽ ബീഡ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് നോക്കാം, ബോറോ സൈഡ് 3 ബീഡ്സ് ഇവിടെ ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബീഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ഫസ്റ്റ് നെഗറ്റീവ് മാർക്ക് ചെയ്തതിന് ശേഷം ബോറോ സൈഡിൽ എത്ര ബീഡ്സ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ എഴുതും. 3 നമ്മൾ ഇവിടെ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഈ സൈഡിലേക്ക് വരാം. ആൻസർ സൈഡിലേക്ക് വരുന്ന സമയത്ത് വാല്യൂ ബാറിൽ ടച്ച് ചെയ്യാത്ത ബീഡ് 1 ആയതുകൊണ്ട് ഇവിടെ 1 വരാം. 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന സമയത്ത് 2 കിട്ടും. ആ 2 എന്ത് ചെയ്യുക, ആൻസറിൽ നമ്മൾ എഴുതാം, മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നെഗറ്റീവ് 32 ആണ്. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിങ്ങനെ ഉണ്ടായത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 40 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. നമുക്ക് 8 നിന്ന് 40 എന്ത് ചെയ്യാൻ പറ്റില്ല, ലെസ് ചെയ്യാൻ പറ്റില്ല. ആ കേസ് നമുക്ക് മനസ്സിലാക്കി ഇത് നെഗറ്റീവ് ബോറോയിങ് ആണ്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ചെയ്യണം. അതിൽ നമ്മളൊരു ബീഡ് ബോറോ സൈഡിൽ നിന്ന് ഒരു ബീഡ് റിമൂവ് ചെയ്തിട്ട് നെഗറ്റീവ് മാർക്ക് ചെയ്യാം. പിന്നെ ബോറോ സൈഡ് എന്ത് ചെയ്യണം, എത്രയെങ്കിലും ബീഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്കറിയാം ഇവിടെ 3 ബീഡ്സ് ഉള്ളത് കൊണ്ട്
എന്ത് ചെയ്യണം, അതവിടെ ഫസ്റ്റ് മാർക്ക് ചെയ്തു, -3 മാർക്ക് ചെയ്തു. പിന്നെ ആൻസർ സൈഡിലേക്ക് വരാം. ആൻസർ സൈഡിൽ വാല്യൂ ബാർ ടച്ച് ചെയ്യാത്ത എത്ര ബീഡ്സിനാണ് നോക്കേണ്ടത്, 8 അല്ല നോക്കേണ്ടത്, വാല്യൂ ബാർ ടച്ച് ചെയ്യാത്ത എത്ര ബീഡ്സ് നോക്കുക, അതിനോട് 1 ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 ഉള്ളത്, 1നോട് 1 ആഡ് ചെയ്യുന്ന സമയത്ത് 2 ആൻസർ കിട്ടും. അങ്ങനെയാണ് നമുക്ക് -32 എന്ന ആൻസർ വരുന്നത്. താങ്ക് യു.